എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ പറയുവാണ്, നമ്മുടെ നമ്മുടെ കോളേജ് ലൈഫ് ഒരു മാസം കൊണ്ട് അവസാനിക്കുകയാണ്. എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. എന്നാലും ഒരു ഇത് മനസ്സിലായോ? ഇങ്ങനെയാ ഇത്ര ഒരു വർഷം 2 വർഷം മൊത്തം 4 വർഷം പഠിച്ചല്ലോ. 4 വർഷത്തില് എനിക്ക് തോന്നുന്നു 3 വർഷം കഷ്ടിച്ച ഉള്ളായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ എന്നാ കയറി 2022 കയറിയതാ. അത് 2022 പറഞ്ഞാൽ എന്തുവാ, ലാസ്റ്റ് നവംബർ ഡിസംബർ ആണ്ട് കയറിയതാ. അത് 2 മാസം കൊണ്ട് കൂട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ കൂടിപ്പോയ ഒരു 3 വർഷം 3 വർഷം പഠിച്ച് 3 വർഷത്തിലും 2.5 വർഷം കറക്റ്റ് 2.5 വർഷം. ഒരു വർഷം വെച്ചാൽ 365 ദിവസമാണ്. അങ്ങനെ 365 ദിവസം 365 ദിവസം കൂട്ടി 600 700 800 എത്ര ദിവസമുണ്ട്. അത്ര ദിവസം ഞങ്ങൾ പോയിട്ടുള്ളൂ കോളേജിൽ. ബാക്കി എല്ലാ ദിവസം എന്തുവാ, ലീവാ. കൂടുതലും ഞങ്ങൾ വന്ന് കയറിയ ടൈം തന്നെ എന്തുവാ, ഞങ്ങൾ ഓട്ടോണോമസ് ആയി, പിന്നെ അങ്ങനായി ഇങ്ങനായി. പിന്നെന്തുവാ, എലക്ഷൻ വരുമ്പം പിന്നെ പുഴുവിനെ കണ്ടെത്തി, മറ്റേത് കണ്ടെത്തി. അങ്ങനെ കുറെ സിറ്റുവേഷൻ കടന്നു വന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പിന്നെ എന്തോ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ജൂനിയേഴ്സ് ആണല്ലോ, ഫസ്റ്റ് ഇയർ ഒക്കെ വരുമ്പോൾ നമ്മള് ജൂനിയർ ആണ്. നമ്മളെ ആൾക്കാരെ വിളിച്ച് ഇങ്ങനെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്, നാള് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം, ജസ്റ്റ് ഒരു മെമ്മറീസ് മാത്രമാണ് ഇത് കേട്ടോ. ഈ കോളേജ് ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ പഠിത്തം മാത്രമല്ല, ഞാൻ ചുമ്മാ പറയാലോ, നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രമല്ല. ഇനി ഫസ്റ്റ് ഇയർ പഠിക്കാൻ പോകുന്നവരോട് ഞാൻ പറയാം, കോളേജ് ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ പഠിത്തം മാത്രമല്ല, ചുമ്മാ അസൈൻമെന്റ് എഴുതി, എക്സാം എഴുതി, ക്വസ്റ്റ്യൻ ചോദിച്ച്, ഇതെല്ലാം ഇതിന് പുറമെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു വൈബ്, ഒത്തൊരുമ, ആ ഒരു എന്റർടൈൻമെന്റ്. അവര് നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ കൂടുതലും ഓപ്പൺ ആവുന്നത്, നമ്മുടെ കാര്യങ്ങൾ ഓപ്പൺ ആവുന്നത്. സോ അതൊക്കെ എനിക്ക് നല്ലപോലെ മിസ് ചെയ്യും എന്ന് തോന്നുന്നു. സോ എനിക്ക് അങ്ങനെ 10ാം ക്ലാസ്സും +2 ഒന്നും എനിക്ക് അങ്ങനെ മിസ് ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ അത് അങ്ങനെ പോയി. എനിക്കങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും, എനിക്കങ്ങനെ വലിയ അയ്യോ കണ്ടില്ല, പോവാതിരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കോളേജ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഇത് തോന്നുന്നത്. കോളേജ് വേണ്ടായിരുന്നു, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പോയിട്ടൊക്കെ വന്നാൽ മതിയായിരുന്നു. നമ്മളിപ്പോ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട്, ഈ 4th ഇയർ എത്തുമ്പോൾ എന്തുവാ, പണ്ട് കൊച്ചുനാള് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ ഒരു തോന്നല് ചിലർക്ക് വരാറുണ്ട്. എല്ലാവർക്കും വരണമെന്നില്ല. അതുപോലെ ഞാൻ വിചാരിക്കുന്നത്, കോളേജ് ലൈഫിൽ കോളേജ് പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, കോളേജ് വേണ്ടായിരുന്നു, കോളേജ് പോകണ്ടായിരുന്നു, കോളേജ് എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടിയാൽ മതി, അല്ലെങ്കിൽ അടച്ചാൽ മതി, എന്തെങ്കിലും ഒരു കാര്യം വന്ന് അടച്ചാൽ മതി, അപ്പം തന്നെ വീട്ടിൽ പോയാലോ എന്നൊക്കെ ഒരു വൈബിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇതൊക്കെ കഴിയുമ്പോഴായിരിക്കും. പക്ഷെ കുറെ പേർക്ക് ബോറാണ് കേട്ടോ. ഫസ്റ്റ് ഇയർ ഒക്കെ വന്ന് സെക്കൻഡ് ഇയർ ഒക്കെ വന്ന് കുറെ പിള്ളേർ പറയുന്നുണ്ട് ബോറാണെന്ന്. ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞിരിക്കും, അത് വേറെ കാര്യം. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയേഴ്സും ഒക്കെ വന്ന് പറയുന്നുണ്ട് ഭയങ്കര ബോറാന്നല്ലോ, ഒരു ഗുമ്മില്ല, CBSE പോലോ ID കാർഡോ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ പിള്ളേരോട് ചോദിച്ചിട്ട് വീഡിയോ ഇട്ടാ പിന്നെ കോളേജിനെതിരെ അങ്ങനെ വരും, കോളേജിൽ നിന്ന് വിളി വരും, എന്താ അങ്ങനെ ഇട്ടേ ഇങ്ങനെ ഇട്ട് മറ്റേ ഇട്ടേ എന്നൊക്കെ പറഞ്ഞ് വിളി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയുള്ള വീഡിയോ ഇടാൻ പോയില്ല. എന്നാലും നമുക്ക് കാര്യങ്ങൾ ചോദിക്കാലോ. ഞാൻ പറയുക, ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഭയങ്കര ബോറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരും TKMലേക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ TKM വന്ന് പഠിക്കണം സൂപ്പർ വൈബാ എന്നൊന്നും ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച്, എൻ്റെ ഒരു വൈബ് അനുസരിച്ചായിരിക്കും ഞാൻ കാര്യങ്ങൾ പറയുന്നത്. സോ അതുകൊണ്ട് വലിയ വൈബ് ഉണ്ടെന്ന് ചോദിച്ചാൽ പിള്ളേരെന്നൊക്കെ നല്ല ഒരു ഇതൊക്കെ വൈബാണ്. പിന്നെ പഠിക്കുന്നവരും ഉണ്ട്, പഠിക്കാത്തവരും ഉണ്ട്, അത് ഓരോരുത്തരുടെ ഇഷ്ടം, അതിൽ വലിയ കാര്യമല്ല. പക്ഷെ പിള്ളേർ, നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ എന്ത് ചെയ്യും, കോളേജ് വൈബാണെങ്കിൽ അവിടെ പോയി പഠിക്കത്തോളും. എന്നുവെച്ചാൽ അതങ്ങനല്ലേ, നമ്മുടെ ജനറേഷൻ അങ്ങനെയല്ലേ. 20s ആയാലും 90s ആയാലും, എനിക്ക് 20s ആണ് കൂടുതലും ഇല്ലയോ. നമ്മുടെ ഒരു വൈബ് അനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു പരിപാടി, കോളേജിലൊരു പരിപാടി കണ്ടിട്ടായിരിക്കും അവിടുത്തെ പിള്ളേർ വരുന്നത്. എന്ന് വെച്ചാൽ കോളേജിൽ എങ്ങനെയൊക്കെ നല്ല പരിപാടി നടക്കുന്നു, എങ്ങനെയൊക്കെ പോകുന്നു എന്നൊക്കെ കണ്ടായിരിക്കും പിള്ളേർ കൂടുതലും അവിടെ പഠിക്കാൻ വരുന്നത്. ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇട്ടാലും പിള്ളേർ ചോദിക്കുന്ന കാര്യം, ബ്രോ അവിടെ കോളേജിൽ പരിപാടിയൊക്കെ ഉണ്ടോ, എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെയുള്ള ചോദ്യം വെച്ചാൽ ക്യാമറ ഉണ്ടോ, എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടോ എന്നൊക്കെയുള്ള. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇപ്പൊ എൻജോയ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു മെമ്മറീസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ ചുമ്മാ പറയാല്ല, നിങ്ങൾ ചുമ്മാതെ വീട്ടിൽ ഇരിക്കാതെ ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോവുക, ഫ്രണ്ട്സായിട്ട് ഫുഡ് കഴിക്കാൻ പോവുക, സിനിമയ്ക്ക് പോവുക,
എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം വൈബ് അടിച്ച് നടക്കുക. ഇതൊക്കെ ഒരു മെമ്മറി. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ 4 വർഷം പഠിക്കുന്ന മാത്രം പഠിത്തം മാത്രമല്ല, നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഒരു എനർജിയും ഫ്രണ്ട്സിന്റെ ഒരു വൈബും ആ ഒരു നമ്മൾ പണ്ടത്തെ ഒരു ഇൻട്രോവേർട്ട് ആയാലും നമ്മൾ എക്സ്ട്രോവേർട്ട് ആയി മാറും. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലായി, ചുമ്മാ പറയല്ല. അങ്ങനെ കുറെ പേരായിട്ടുമുണ്ട് നമ്മുടെ കൂടെ നിന്ന്. നമ്മുടെ ഒരു വൈബ് അനുസരിച്ച് നിൽക്കുമ്പോൾ നമ്മളെ പോലെ തന്നെ ആയിക്കോളും. അങ്ങനെയാണ്. പിന്നെ ചീത്ത സ്വഭാവത്തിനും ചീത്ത കാര്യങ്ങൾക്കും ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. മനസ്സിലായല്ലോ? ഉള്ള കാര്യത്തിന് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്ന് വെച്ചാൽ കുടിക്കാനോ വലിച്ചു നടക്കാനോ കഞ്ചാവ് അടിച്ച് നടക്കാനോ ഒന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത് മാത്രം എടുത്ത് നല്ലപോലെ കൊണ്ടുപോകാം. ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ പറഞ്ഞുതരും. പിന്നെ കോളേജ് ലൈഫ് കോളേജ് ലൈഫ് വരുന്നവര് നല്ലപോലെ എൻജോയ് ചെയ്യുക. പ്രണയിക്കാൻ പറ്റുമെങ്കിൽ പ്രണയിക്കുക. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ വൈബ് അടിക്കുക, കറങ്ങാൻ പോവുക എന്നുള്ള വൈബിൽ മാത്രം നിൽക്കുക. പഠിക്കുകയും ചെയ്യുക. ഓക്കെ, ആ ഒരു മൈൻഡിൽ പോവാം. പിന്നെ സപ്ലൈക്ക് വരും, സപ്ലൈക്ക് എഴുതിയെടുക്കുക, ആ ഒരു വൈബ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതലും ഫോക്കസ് ചെയ്ത് നിങ്ങൾ അത് കഴിവ് സെറ്റാക്കി എടുക്കുക എന്ന് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഇയർ വന്നപ്പം തന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് ഇയറും ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. തേർഡ് ഇയറും ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കും എപ്പം തേർഡ് ഇയർ ഫോർത്ത് ഇയർ എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എത്ര പെട്ടെന്നായില്ലേ 4 വർഷം പോയത്, എന്നാലും ആ പോയ പോക്കേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. നോക്കിക്കോ നിങ്ങൾ. അപ്പോൾ ആ ടൈം എത്തുമ്പോൾ വിചാരിക്കും, ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കും. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ടോ എത്ര പെട്ടെന്ന് ഫോർത്ത് ഇയർ ഒക്കെ പോയത്. അപ്പാടെ ഒരു 4-5 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ലാസ്സേ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ എക്സാമിന് വരിക, എക്സാം എഴുതി വീട്ടിൽ നിൽക്കുക. പിന്നെ ബാക്കിയുള്ള പരിപാടി അതിന്റെ പുറകിൽ നോക്കുക എന്നുള്ള മൈൻഡേ ഉള്ളൂ. അതൊക്കെയാണ് കോളേജിൽ. പിന്നെയുള്ള കാര്യം വെച്ചാൽ വൈബടിച്ച് നടക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പിന്നത്തെ കാര്യം എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പച്ചയ്ക്ക് തന്നെ പറയും, വേറെ ഒരു ഇതും ഇല്ല കേട്ടോ. പിന്നെ കോളേജിൽ അങ്ങനെ ഇത് റാഗിങ് സംഭവമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഫുള്ള് ഓട്ടോണമസാ. എന്ന് വെച്ചാൽ ഓട്ടോണമസാന്ന് വിചാരിച്ച് കോളേജിന്റെ ബേസിലായിരിക്കും പോകുന്നത്, കോളേജ് പോകുന്നത്, ക്ലാസ് പോകുന്നത്. അതുകൊണ്ട് ആരും അങ്ങനെ റാഗ് ചെയ്താലും പണി വരും, സസ്പെൻഷൻ കിട്ടും. മനസ്സിലായാ? അതുകൊണ്ട് ആരും അങ്ങനെ റാഗ് ചെയ്യാൻ പോകത്തില്ല. പിന്നെ ജസ്റ്റ് വിളിച്ചു നമ്മുടെ പേരും നാളും ചോദിക്കത്തേ ഉള്ളൂ. വേറെ അങ്ങനെ വലിയ റാഗിങ് സംഭവമൊന്നും ഇല്ല. വന്നാലും ഭയങ്കര കേസും കാര്യങ്ങളൊക്കെ ഇപ്പം കോളേജിൽ നോ റാഗിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെയുള്ള കാര്യം വെച്ചാൽ പരിപാടിക്കൊക്കെ നിന്ന് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോവാ. നല്ല ഫ്രണ്ട്സിനെയൊക്കെ കീപ്പ് ചെയ്ത് ഓക്കെ എന്നാ പോവാ. പിന്നെ അതൊക്കെ ഉള്ളു പറയാനുള്ളത്. പിന്നെന്തുവാ, അതാണ്. പിന്നെ ഞങ്ങളിപ്പം ഇറങ്ങി കഴിഞ്ഞു, 1 മാസം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പണിക്കെല്ലാം പോകണം, സപ്ലൈക്ക് എഴുതണം എന്നുള്ള ഒരു ഇതൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫും ഇതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളും ഷെയർ ചെയ്യും കേട്ടോ. ഞാൻ എൻ്റെ ലൈഫ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും, നമുക്ക് കമന്റ് ചെയ്യും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.